ഹലോ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ട് എടുത്തേക്കണ്. അപ്പോൾ ഉപ്പ പണി മാറ്റി വന്ന് പോത്തിനെ കുളത്തേക്ക് കൊണ്ടുപോകട്ടെ കഴുകാൻ. പോത്ത് കുറേ നേരം ഈ തൊഴുത്തിൽ കിടന്ന് ഇങ്ങനെ അംഗം വെട്ടണു. ഉപ്പാനെ കാണാനില്ല. ഇപ്പോൾ നേരം വൈകിട്ട് വന്നതേ, പണി മാറ്റി വരാനും പിന്നെ കടക്ക് അടച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടേ. അപ്പോൾ ലേശം നേരം വൈകി. കുറേ നേരം ഈ ഉമ്മ പറയുക അപ്പോൾ തൊഴുത്തിൽ കിടന്ന് പുല്ലുട്ടിക്കൊക്കെ ഇങ്ങനെ ചാടാൻ നോക്കിയിരുന്നു എന്നൊക്കെ ഉമ്മ പറയാട്ടാ. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ആടിൻ്റെ സൗണ്ടും കോഴിയുടെ സൗണ്ടൊക്കെ കേൾക്കാം. ഇവിടെ കോഴി ആടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വോയിസ് കൂടെ അതൊക്കെ കേൾക്കാം. പിന്നെന്താ ഇപ്പോൾ കൊണ്ടുപോവാട്ടാ. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞങ്ങൾ പോവണ്ട. ഞാൻ പറഞ്ഞു ഉമ്മ ഞങ്ങളും പോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാ. അപ്പം ഉമ്മ പറഞ്ഞു വേണ്ട, പോവണ്ട, പോത്ത് ഓടി വരുമ്പോൾ നിങ്ങൾ പേടിച്ച് അവിടെ ഇവിടെ വീഴാൻ നിൽക്കണ്ട അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ പോണ്ട പറഞ്ഞിട്ടാ. പിന്നെന്താണ് ഞാൻ കൂട്ടാൻ കാണിക്കണത്? വേറെ ഒന്നല്ല ഗേസ്, ഞാൻ ഇവിടെ ഒന്ന് കൂട്ടാൻ വെച്ചു. അതൊന്നും പറയണ്ട അതിൻ്റെ കാര്യം. ഉമ്മ അച്ചെങ്കിലോ വരവൂരിക്ക് ഉമ്മയുടെ അമ്മായി ഉമ്മറയ്ക്ക് പോവുക. അപ്പം മൗലൂദ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉമ്മ മൗലൂദിന് പോയി. ഉമ്മ എന്നോട് പറഞ്ഞ് ഫ്രിഡ്ജിൽ മോരിരിക്കുന്നുണ്ട്, കൂട്ടാൻ വെച്ചോ, കുമ്പളങ്ങ വാങ്ങിപ്പിച്ചോ ഉണ്ണിമോളെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ പോയിട്ടാ. എനിക്കറിയണ്ടേ ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിലാണ് മോരിരിക്കണമെന്ന് എനിക്കറിയില്ല. പാക്കറ്റിലാണ് വിചാരിച്ച്. അപ്പോൾ അത് ഫ്രിഡ്ജിലിരിക്കുന്ന പാക്കറ്റിൽ എടുത്തിട്ട് കൂട്ടാൻ വെച്ചത് എന്തായിരുന്നു വെച്ചെങ്കിൽ പാലായിരുന്നു കേട്ടോ ഗേസ്. ഞാൻ വെച്ചെങ്കിൽ പുളി ഉണ്ടോ പോലും ഞാൻ വായിൽ വെച്ച് നോക്കിയില്ല. അപ്പോൾ ഉണ്ണിമോളൊന്നും ഉച്ചയ്ക്ക് ശരിക്കും ചോറുന്നിട്ടില്ല കേട്ടോ, കൂട്ട ഇമ്മില്ലാണ്ട്. ഒരു പുളി എന്ന് പറയുന്ന സംഭവമില്ല. ഞാനും കുട്ടികളൊക്കെ കഴിച്ചു, രണ്ടാളും ഉണ്ണിമോളും കുഞ്ഞോളും പൈസയൊക്കെ കഴിച്ചിട്ട് ഇഞ്ചിൻ പുളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിലാണ് മോരിയിരിക്കുന്നത്, കണ്ടില്ലേ? അങ്ങനെ ആകെ അബദ്ധം പറ്റി. ഉമ്മ വന്നിട്ട് കാപ്പി ഉണ്ടാക്കിക്കോ, ഫ്രിഡ്ജിൽ പാലിരിക്കുന്നുണ്ട്, ഉപ്പ കടയിൽ നിന്ന് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഇത് കാണുന്നു മോര്. ഉമ്മ അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് വെച്ച് ഇതല്ലേ മോര് ചോദിച്ചു. അപ്പോൾ ഉമ്മ ചോദിച്ചു ഈ എന്തുകൊണ്ടാണ് ഇപ്പോൾ കൂട്ടാൻ വെച്ച് ചോദിച്ചപ്പോൾ അപ്പോഴാണ് കേട്ടോ പറയണത് ഞാൻ ആ പാക്കറ്റിലിരിക്കണതാണ്, അതിപ്പോൾ ഇന്നലെ കടയിൽ നിന്ന് കൊണ്ടുവന്ന പാലല്ലേ. ഉമ്മ എന്ത് മണ്ണത്തര കാട്ടി, എനിക്കെന്ത് ബോധമല്ലേ, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞാൽ അറിയാണ്ട് പറ്റിപ്പോയതട്ടെ കേസ്. ഞാനൊന്നും അവിടെ കുപ്പിയിലൊന്നും വരാറില്ല പാലല്ല മോര്. ഇതിൽ വന്നിട്ടുള്ളത് കുപ്പിയിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് മോരാവും വെച്ചിട്ട് ഞാനത് നോക്കിയിട്ട് ഇതെന്ത് വെള്ളം പോലെ ഇരിക്കുന്ന, ഒരു കട്ടിയില്ലല്ലോ. അപ്പോൾ പോലും ഞാൻ വായിൽ വെച്ച് നോക്കിയില്ല കേട്ടോ. അങ്ങനെ ആകെ ചതി പറ്റി. അപ്പോൾ ഇനി വൈകുന്നേരത്തിന് ഇപ്പം ഇനി മന്തി മേടിച്ചു കൊണ്ടുവരാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പാടൊക്കെ പറഞ്ഞു, ഉപ്പ പറയാം നല്ല അംഗമായിട്ടുണ്ട് എന്നൊക്കെ പറയാട്ടോ ഉപ്പ. അങ്ങനെ ആർക്കായാലും ഒരു അബദ്ധം പറ്റില്ലേ. വീട്ടിലിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് മരുമോള് ആ വീട്ടിൽ വന്നിട്ട് ഒരു അബദ്ധം പറ്റിയ പോലത്തെ അംഗമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ചെയ്ത പണികളൊക്കെ ഇങ്ങനെ അവിടെ എല്ലാം കൂടുതൽ നിൽക്കലൊക്കെ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ആകെ തപ്പലായിരുന്നു കേട്ടോ. അമ്മ വെച്ചെങ്കിൽ ഉണ്ടായിരുന്നല്ലോ സാധനം എവിടെ ഇരിക്കുന്നത് എന്താണെന്ന് പോലിക്ക് കാണാനില്ല. അങ്ങനെ പറ്റിപ്പോയതാ കേസ്. അപ്പോൾ ഉമ്മ അവിടെ തൊഴുത്തൊക്കെ കഴുകുന്നുണ്ട്. ആരും കളിയാക്കി എടുത്തിട്ട് അബദ്ധം പറ്റിയത്. ഞാൻ നന്നായി മോര് കൂട്ടാൻ വെക്കുന്ന ആളാണ്, പക്ഷെ മോര് നല്ല കൂട്ടാനായിട്ട് വെച്ചു, പക്ഷെ പാലൊഴിച്ച് പോയതാണ് ഏറ്റവും മെയിനായിട്ട് കോളാവാൻ കാരണം. അങ്ങനെ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്, കണ്ടില്ലേ? കുറേ കോഴികളുണ്ട് കേട്ടോ. 2 കോഴീനെ ഇന്നലെ ഞാൻ അങ്ങോട്ട് മരപ്പെട്ടിയൊക്കെ പിടിച്ച് കൊണ്ടുപോയി. കോഴികൾ കൂട്ടിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഉമ്മ തൊഴുത്ത് കഴുകലൊക്കെ കഴിഞ്ഞു. ആടോൾ ഇതാ തിന്നാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല കരച്ചിലാട്ട കേസ്. അവിടെ നല്ല ഒച്ച കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നത് ഉച്ചയ്ക്കാണ്, ഈ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആടോളിന് വെള്ളം കൊടുത്തപ്പോൾ തിന്നാൻ പോകാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് കരയുന്നത്. അങ്ങനെ ഉമ്മ അതാ തൊഴുത്ത് വൃത്തിയാക്കി. അതിൻ്റെ ഇടയിൽ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഫോൺ വിളിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞിട്ടായിരുന്നു തൊഴുത്ത് വൃത്തിയാക്കിയിരുന്നു. അവൾ ഫോൺ വിളിച്ചേക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായി. ഇന്ന് മോരൂട്ടം വെച്ച കഥകളൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ട് എന്നെ കളിയാക്കരുത് കേട്ടോ. അങ്ങനെ ഇന്ന് ഉണ്ണിമോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര ഇതല്ലേ, ഇത്തിരി പുളി കുറയുകയോ എരിവ് കൂടെ എന്തെങ്കിലും ചെയ്താൽ അവൾ പിന്നെ ചോറ് തിന്നില്ല. അത് അങ്ങനെ കൊണ്ട് കളഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ ഇന്ന് മാങ്ങ ഒക്കെ തിന്നിട്ടാണ് വയറ് നിറച്ചേക്കണത്. ഞങ്ങൾ ആടിനെ തീറ്റാൻ പോയപ്പോൾ മാങ്ങ ഒക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ കഴിച്ചിട്ട് വയറ് നിറച്ചിട്ടവൾ. ഇനി ഇപ്പം മന്തി മേടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ സമാധാനമായിട്ടുണ്ട് അവർക്ക്. എന്ത് ചെയ്യൊരു കൂട്ടാൻ വെച്ചതായി കാണുന്നത്. ഞാൻ വെച്ചെങ്കിൽ വീട്ടിലൊക്കെ നന്നായി കൂട്ടാൻ വയ്ക്കുന്ന ആളാണ്. എന്നാൽ വീട് ആകെ തപ്പലായിട്ടേ എന്താ ചെയ്യുക.
അങ്ങനെ ഉണ്ണിമോളും ഫൈസിയും കൂടിയിട്ട് അവർ യൂട്യൂബ് ചാനൽ എടുക്കണേ, അങ്ങനെ കളിക്കുക അവർ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി, ഒരു നേരം മോന്തിയാവാറായി തുടങ്ങിയിട്ടാണ്, വാങ്ങ കൊടുക്കാറായിട്ടില്ല, നല്ലൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം, മോഡലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കല്യാണ ആൽബം കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ് കല്യാണ ആൽബം. അപ്പോൾ ഇക്കാനെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ക്ഷീണമാണ്, ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ അന്ന് ആൾ ഭയങ്കര ക്ഷീണമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പം ഇനി നിങ്ങൾ കല്യാണ ആൽബം കണ്ടോളേ കേട്ടോ. അങ്ങനെ കല്യാണ ആൽബമൊക്കെ കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും കണ്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്, എൻ്റെ അനിയനും ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് കുഞ്ഞോള് പുറമൊക്കെ മാന്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പറയാ പുറം മാന്തിയാട്ടെന്ന്. അപ്പോൾ അവൾ മാന്തി കൊടുക്കട്ടെ. അപ്പം ഉമ്മ കടയിലേക്കുള്ള ഉണ്ടല്ലേ, മറ്റേ എന്താ പറയുക ഗോതമ്പിൻ്റെ ഉണ്ട, അതിനുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കുകയാണ്. ഉമ്മയായിട്ടൊക്കെ ശരിയാക്കി കൊടുക്കുക ഉപ്പാക്ക്. അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ സീരിയൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണുന്ന സീരിയൽ ആകെ കൂടി കാണുന്നതാട്ടാ കുടുംബശ്രീ ശാരദയില്ലേ, ഇത് മാത്രമായിട്ടാണ് ഞാൻ കാണുള്ളൂ. അത് ഞാൻ വീട്ടിലും കാണാറുണ്ട്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പാടെ കൂളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുഴിമന്തി വാങ്ങാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ മോരൂട്ടാനിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, അത് കൂടിയിട്ട് ഇനി ചോറ് വയ്ക്കാൻ പറ്റില്ല. ഉപ്പാക്കും ഇഷ്ടമായില്ല. ഉപ്പ പറയാം അയ്യേ പറഞ്ഞിട്ടൊക്കെ കളിയാക്കി തന്നെ. അങ്ങനെ ഉപ്പ കടയിൽ നിന്നൊക്കെ പോയി വന്ന് മേടിച്ച് വന്നതാ പിള്ളേർ ഇതാ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ അവിടെ നിന്ന് മാങ്ങൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ആടിനെ കൊണ്ടുപോയപ്പോൾ മാങ്ങൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉമ്മ കഴിക്കാണ്. കുട്ടികളൊക്കെ കഴിച്ചത് കുഞ്ഞോൾക്ക് ഉറക്കം വന്നു കേട്ടോ. കുഞ്ഞോൾ പിന്നെ വേഗം കിടന്നുറങ്ങും. അവിടെ ആയാലും ഇതട്ടെ, വീട്ടിലായാലും നേരത്തെ അവൾ കിടന്നുറങ്ങും. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒരുമിച്ചൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയിൽ അതൊന്നും എടുത്തില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുത്തില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോവുക. ഉപ്പാക്ക് ആ കുട്ടികൾ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉപ്പാക്ക് പെരടി വേണിക്കുന്നുണ്ട് ഇത്ര. അപ്പോൾ വിക്സൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് രണ്ടാളും. അങ്ങനെ വിക്സ് പറത്തി കൊടുക്കില്ല കേട്ടോ രണ്ടാളും. ഇവർ വന്ന് ഞാൻ എന്ന് നിൽക്കാൻ വരില്ല. ഇങ്ങനെ നിൽക്കാൻ വരുമ്പോൾ ഇവർ ഉപ്പാക്ക് കാല് മസാജ് ചെയ്ത് കൊടുക്കും, തല മസാജ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കട്ടെ കുട്ടികൾ. ഭയങ്കര ഇഷ്ടം വാപ്പച്ചീനെ വിളിക്കുക. അപ്പോൾ തലയൊക്കെ കുറേ നേരം മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ.
അപ്പോൾ പണിക്കൊക്കെ പോയി വരുന്നതല്ലേ. ഞങ്ങളായിരുന്നിട്ട് ആദ്യം ചെറുപ്പത്തിലൊക്കെ ഉപ്പാടെ കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ കുട്ടികളായിട്ടപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കണ്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ. ബിഗ് ബോസ് കാണാൻ കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങനെ പോയി കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ. നാളത്തെ നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ടാറ്റാ.